സ്പോൺസേഡ് ബൈ കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ. സന്ധിവേദനയോട് സന്ധിയില്ലാതെ. നമസ്കാരം. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഗ്രാൻഡ് ഫിനാലെ നവംബർ 25 നടക്കുന്നത്. ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുമ്പോൾ 50 ഷോർട്ട് ഫിലിംസിൽ നിന്ന് 10 ഷോർട്ട് ഫിലിംസ് ആണ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. സോ ഇതിൽ 10 ഷോർട്ട് ഫിലിംസിലെ ഡയറക്ടേഴ്സിൽ നിന്ന് അവരുടെ ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് ചോദിച്ചറിയുന്നതോടൊപ്പം തന്നെ മികച്ച ഷോർട്ട് ഫിലിം, മികച്ച ഡയറക്ടർ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ദി ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജഡ്ജിങ് പാനലിൽ വളരെ പ്രഗത്ഭരായ ജഡ്ജസ് ആണ് എത്തി നിൽക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ജയസൂര്യ, ഐലിൻ സർ, സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിട്ട് നമുക്ക് മുന്നിലുള്ളത് അർജുനാണ്. അർജുന്റെ ഷോർട്ട് ഫിലിമിന്റെ പേര് നേർച്ച. കൂടുതൽ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അർജുനിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം അല്ലേ? അർജുൻ കോഴിക്കോടാണ്. ഇത് ആദ്യത്തെ ആണോ അതോ? ആദ്യത്തെ വർക്ക്. നേരത്തെ ഇതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ചെയ്യുന്ന ഫസ്റ്റ് ഒരു സംരംഭം എന്നുള്ള രീതിയിൽ ചെയ്തു. ടെക്നിക്കൽ സൈഡ് ഒന്നും ആരുടെയും കൂടെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല? ഇല്ല, പഠിച്ചിട്ടൊന്നും. ധൈര്യത്തിന്റെ പുറത്താണ്. എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ഇത് ശരിക്കും 3 കള്ളന്മാരെ കഥയാണ്. 3 നമ്മള് മോഷണങ്ങളൊക്കെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മോഷണം കഴിഞ്ഞിട്ടുള്ള ഇവരുടെ മാനസികാവസ്ഥയാണ് ഇത് പറയുന്നത്. ഇത് ഡ്യൂറേഷൻ ഒരു 9 മിനിറ്റ് ചെറിയൊരു സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സിനിമ കണ്ടതിന് ശേഷം സംസാരിക്കുന്ന നമുക്ക് സിനിമ കാണാം അല്ലേ? അപ്പോൾ കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 അർജുന്റെ നേർച്ച എന്ന ഷോർട്ട് ഫിലിം നമുക്ക് കാണാം. Kerala Vision Short Film Festival 2016. Lights on. Entry. ടെൻഷനായിട്ട് പോയിട്ട് മാറ്റിക്കാം. ഇവൻ എന്താ ചെയ്യുന്നത് ക്യാമറയുടെ മുന്നിൽ? ഡയലോഗ് പറയണോ? പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഒന്ന് നന്നാക്കി സംഗതികളൊക്കെ വരട്ടെ. സംഗതി പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. എങ്ങനെയുണ്ട്? ഇത് ശരിയാവുന്നില്ല. വേറെ അടുത്ത വിളി. സാറേ, ഞാൻ ഒറ്റ പ്രാവശ്യം കൂടി സാർ, ഒറ്റ ചാൻസ് കൂടി വന്നാൽ ഞാൻ ആരെ വേണമെങ്കിൽ കാണിക്കും. പ്ലീസ്, ഞാൻ മമ്മൂട്ടിനെ കാണിക്കണം, മോഹൻലാലിനെ കാണിക്കണം സാർ.
നീ എന്താ എത്ര താമസിച്ചത്? നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പള്ളിയുടെ പരിസരങ്ങളിൽ പോയി കറങ്ങരുത്. ഇതിപ്പോൾ കുറച്ച് ദിവസമേ ആയുള്ളൂ. എല്ലാവരും കൂടെ അകത്താക്കിയാൽ നിനക്ക് സമാധാനമാവും. അടുത്ത ആഴ്ച ഞാൻ നാട്ടിൽ പോവാം. അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊന്ന് കരുതിയാൽ നിങ്ങളെ വിളിപ്പിച്ചത്, അല്ലാതെ നിന്റെ ഒന്നും നാളെ കാണാനല്ല. കിട്ടിയതൊക്കെ 3 ഭാഗിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എണ്ണി ഒഴിക്കും. എന്താണ് ഭായി, ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലല്ലോ. എണ്ണേണ്ട കാര്യമൊന്നുമില്ല. കട്ട മുതലല്ല മോനെ, പങ്ക് വെക്കുമ്പോ ചതി പാടില്ല. എന്താ ചോണേ, ശരിയല്ലേ? ശരിയാണ്. ഇതെണ്ണിയ നമ്മൾ തമ്മിലുള്ള വിശ്വാസം അതില്ലാതെയാവും. ഭായി, ഈ അമ്പലത്തിന്റെയും പള്ളീന്റെയും ഭണ്ണാര കുത്തി കുളിക്കുന്ന പരിപാടി നമുക്ക് നിർത്താം. പണ്ടത്തെ പോലെയല്ല, കളക്ഷൻ കുറവാണ്, ആൾക്കാർ കാശിറക്കുന്നില്ല. ദൈവത്തിൻ്റെ മുതല, അതിൽ കുറച്ചൊക്കെ സത്യം കാണും. സത്യം എടോ, ഒരു ദൈവം ഭണ്ഡാരത്തിന് നേർച്ചപ്പെട്ടിലും കാശിടാൻ പറയുന്നില്ല. നമ്മളത് എടുത്തില്ലെങ്കിൽ ഇത് നമ്മളെക്കാൾ വലിയ കള്ളന്മാരുടെ കയ്യിലെത്തിച്ചേരും. നമ്മൾ ഇരുട്ടത്ത് ചെയ്യുന്നത് അവർ വെളിച്ചത്ത് ചെയ്യുന്നു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. സ്വർണത്തിൻ്റെ 3-4 എണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിറ്റു. ഇതിനൊന്നും കിട്ടിയില്ല. വെള്ളിയ ഇത് എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെൻ്റെ അമ്മച്ചിയുടേതാ. മോൻ നേർവഴിക്ക് നടക്കാൻ അമ്മച്ചി ദൈവത്തിന് കൊടുത്ത നേർച്ചയാ. എന്തായാലും നിനക്കനെ കിട്ടിയല്ലോ, കൊള്ളാം. അപ്പോഴേ ഞാൻ തിരികെ വന്നിട്ട് നമുക്കൊന്ന് കൊച്ചി വരെ പോകണം. പണിയുണ്ട്. നിങ്ങളൊന്ന് ഇറങ്ങിയ കഥ കടക്കായിരുന്നു. ഞാനിതങ്ങോട്ട് വന്നിട്ടാണോ കൊച്ചിക്കാതെ. ജോണേ, നീ ഇത് വെച്ചോ. വേണ്ട, ഇതൊരു പക്ഷേ എൻ്റെ അമ്മച്ചിയുടേതാണെങ്കിൽ അതിൻ്റെ സംരക്ഷണം എനിക്ക് ആവശ്യമില്ല.
Short Film Festival 2016. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 നമ്മൾ ഇപ്പോൾ കണ്ടത് അർജുന്റെ നേർച്ച എന്ന ഷോർട്ട് ഫിലിമാണ്. തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അർജുനിൽ നിന്ന്. ചോദിക്കാം. അർജുൻ, ഈ ചെറിയ സമയം കൊണ്ട് നല്ലൊരു ആശയമാണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനകത്തൊരു ചെറിയൊരു തോന്നിയത് അതിന്റെ എൻഡിൽ കൊണ്ടുവന്നിട്ട് അർജുൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താന്നുള്ളത് എനിക്കും അത് തോന്നി. എന്താണ് അത് കമ്മ്യൂണിക്കേഷൻ വ്യക്തത. പക്ഷെ എൻഡില് നമ്മൾ പറയുന്നത് ഈ കുരിശുണ്ട്, കുരിശുമാല, ഇത് അദ്ദേഹം അതായത് ഈ അഭിനയിച്ച ഷിബി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ വെച്ച് പോവാം. അപ്പൊ അതിന്റെ അയാൾക്ക് വേണ്ട, ഇനി അമ്മച്ചിന്റെ ആണെങ്കിൽ ഇനി ആ സംരക്ഷണം അയാൾക്ക് വേണ്ട, അയാൾക്ക് എല്ലാം മടുത്തു എന്നുള്ള കാര്യമാണ്. അമ്മച്ചിന്റെ സംരക്ഷണം ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല, മതി പറയാം. അപ്പോ ഇനി അഥവാ ആ സംരക്ഷണം ആ മാലയ്ക്ക് ആ കുരിശിനുണ്ടെങ്കിൽ എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അദ്ദേഹം എടുത്തു വെക്കുന്നു. അത്രയേ ഉള്ളൂ കൺവേ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കൺവേ ചെയ്യാതെ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ്. അങ്ങനെയാണ്. ഇയാൾ എന്തുകൊണ്ടാണ് അമ്മയുടെ സംരക്ഷണം വേണ്ടെന്ന് ഈ ക്യാരക്ടർ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? കുറ്റബോധം വരുന്നുണ്ട്. എങ്ങനെ? അതായത് അദ്ദേഹം ആദ്യം പറയുന്നു, പക്ഷെ നമ്മൾ കഥയെ പറയുന്നില്ല എന്നുള്ളൂ. മോഷണം കൊണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ഒരു കുട്ടിയെ കൊണ്ട് അല്ല, അങ്ങനെ നമ്മള് ഫുള്ള് വിളമ്പി കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ വെച്ചെന്നേ ഉള്ളൂ. കുട്ടിയെ കൊണ്ട് അത് 3 കുടുംബമാണ്, 3 ആൾക്കാർ 3 പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, അത് മനസ്സിലായി. പക്ഷെ അവിടെ പർട്ടിക്കുലർലി ആ കുട്ടിയെ കൊണ്ട് ആക്കുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ടല്ലോ. സ്കൂൾ കൊണ്ടാക്കണം. അതെ, അതെന്തുകൊണ്ടാ വെച്ചാൽ ഇനി അഥവാ അയാളെ പോലീസ് പിടിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണ് അത് അയാൾ എടുത്തു വെക്കുന്നത്. കാരണം അതിന് അങ്ങനത്തെ ഒരു സംരക്ഷണം കിട്ടുകയാണെങ്കിൽ അയാൾ ഇതിന്റെ കണക്ഷൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഈ കുട്ടിയെ സ്കൂളിലാക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കളവിന് ശേഷമാണ് നടക്കുന്നത്. അതെ, കളവിന്റെ ശേഷം പിറ്റേ ദിവസമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇയാൾ ഇവിടെ കയറി വരുന്നു. ഇവർ ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതെ, അതാണ് ചോദിച്ചത്. അപ്പൊ അതിനകത്തുള്ള ഒരു എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ ഈ കുട്ടി അങ്ങനെ കാണിക്കുന്നത്? അതാണ് ഇല്ല, ഞങ്ങളത് 3 സ്ഥലത്തുനിന്ന് വരുന്ന 3 ആൾക്കാർ എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ട്, ഒരാൾ കുടുംബം കൊണ്ട്, ഒരാൾ പള്ളിയിൽ ആദ്യത്തെ മോഷണം കഴിഞ്ഞ് കുറ്റബോധം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, മറ്റേയാൾക്ക് ഇന്നും നാളെ എന്നുള്ള ഒരു പ്രശ്നമല്ല, ബിവറേജ് പോയി സാധനം വാങ്ങിച്ചു വരുന്നത്. അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യം ഒരു സെപ്പറേറ്റ് ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അഭിനയിക്കാൻ മറ്റേ സ്മോക്കിംഗ്. അതെന്താണ്? അത് ഈ ഫിലിമിൽ അത് പ്ലേസ് നോൺ സ്മോക്കിങ്ങിന് വേണ്ടി ഞങ്ങളൊരു ചെറിയ സാധനം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു. അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം അതും ഇതും വേറെ വേറെ രീതി കിടക്കുന്ന സാധനമാണ്. അതാ ചോദിച്ചത്. അത് ഇതുമായിട്ടൊന്നും ഒരു ലിങ്ക് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് സാധനം നോൺ സ്മോക്കിങ്ങിന് വേണ്ടി ചെയ്തു. കൺഫ്യൂഷൻ ആക്കുന്ന വേണ്ടിയിട്ട് ചെയ്തു. കിടക്കട്ടെ, ആൾക്കാർ എന്താ അങ്ങനത്തെ ചോദ്യം വരുമല്ലോ നമ്മുടെ അടുത്ത്. അല്ല, പ്രേക്ഷകരെ വെറുതെ നമ്മളല്ല വേറൊരാളെ കാണുകയാണെങ്കിലും വെറുതെ നമ്മളെ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. ആ ക്യാരക്ടർ പിന്നെ വരുന്നേ ഇല്ല. ആ ക്യാരക്ടർ അല്ല, നോ സ്മോക്കിങ്ങിന്റെ ക്യാരക്ടർ പടം ഉടനീളം വരണം എന്നുള്ള ക്യാരക്ടർ ഒരു പുതിയ ക്യാരക്ടർ അവർ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട്. എനിക്ക് തോന്നുന്നേ പണ്ട് നമ്മളെ ഭാഗ്യരാജ് സാർ സിനിമ തുറക്കുന്നതിന് മുമ്പ് ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്തു. എല്ലാ സിനിമയിലും ആ സിനിമ വേറൊരു സംഭവമാണ്. പുള്ളിയുടെ ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സാധനം ചെറുതായിട്ട് ചെയ്തു വെക്കും. അത് കഴിഞ്ഞിട്ട് സിനിമ പുള്ളി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തുടങ്ങിയതായിരിക്കുമല്ലോ. പറഞ്ഞായിരുന്നു ഒരു എക്സ്പീരിയൻസും ഇല്ല, യാതൊരു ഐഡിയയും ഇല്ലാതെ ചെയ്തതാണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ അത് ആ ഷോർട്ട് ഫിലിം കണ്ടല്ലോ, ബന്ധുക്കളൊക്കെ കണ്ടു, അപ്പൊ അതിനുള്ള അഭിപ്രായങ്ങൾ കേട്ടു. ഇപ്പോ ജഡ്ജസ് അത് കണ്ടു, അതിനുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഈ ഒരു സമയത്ത് എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? നല്ലൊരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്ത് തോന്നുന്നു, കുറവുകളുണ്ടോന്നോ? അല്ല, കുറവുകൾ എന്തായാലും ഉണ്ടാവും. കാരണം എന്റെ ഫസ്റ്റ് സാധനമാണ്. എവിടേക്ക് എന്തൊക്കെ പോയെന്ന് പല ആൾക്കാരും പറഞ്ഞു തന്നാലേ മനസ്സിലാവും. ഞാൻ MSW ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് DA ഗ്രേഡ് റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ 70 ആണ് ക്യാമറ യൂസ് ചെയ്തത്. ക്യാമറ ചെയ്തിരിക്കുന്നത് അഭിമന്യു. എത്ര ദിവസം എടുത്തായിരുന്നു? ഒറ്റ ദിവസം. രാവിലെ 10 മണിക്ക് തുടങ്ങി 2 മണിയാകുമ്പോൾ തീർന്നു. എങ്ങനെയായിരുന്നു ബഡ്ജറ്റ്? 0 ബഡ്ജറ്റ്. എല്ലാവരും കൂടെ എല്ലാവരുടെ അടുത്തും ഓരോ സാധനമുണ്ട്, അത് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ തുടക്കം. അപ്പൊ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത് ഈ ഒരു സമയത്ത്? ലൈവ് സൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്, ഡബല്ല, ലൈവാ പോയിരിക്കുന്നത്. അത് അമൃത് എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ ടെക്നിക്കലായി നമുക്ക് അവിടെ ഒരു ഗ്യാങ് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. അപ്പൊ ഞങ്ങളുടെ ക്യാമറ, അതിന്റെ ഓഡിയോ ലെവല്, ആ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്സായ ഫ്രണ്ട്സ് ആണ്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്ന ഈ ബിഗിനിങ്ങും എൻഡിലുള്ള കൺസെപ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ശരിക്കും ഞങ്ങളൊരു കൺസെപ്റ്റ് ബേസ് അല്ല, ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ സാധനം ഞങ്ങൾ സ്റ്റോറി ബേസ് അല്ല ഞങ്ങൾ ശരിക്കും നോക്കിയിരുന്നത്. നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പരീക്ഷാടിസ്ഥാനത്തിൽ ആ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അത് ഞങ്ങളെ ഒറ്റൊരു സ്ഥലത്തുനിന്ന് തീർക്കേണ്ട സാധനം ഷിഫ്റ്റ് വരാതെ ചെയ്യണം എന്നുള്ള ഒറ്റ പ്രതീക്ഷ ചെയ്തു. വിജീഷ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അല്ല, പുള്ളി ഇൻഡിപെൻഡന്റ് ആയി ചെയ്തത്. ഓക്കെ, എന്തായാലും കണ്ടു, ജഡ്ജസ് കമന്റ്സ് പറഞ്ഞു. ഇനി ഗ്രാൻഡ് ഫിനാലെ November 25 അന്ന് നമുക്ക് കാണാം. അറിയില്ല ഫസ്റ്റ് കിട്ടുമോ എന്നുള്ളത്. പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഈ 50 പേരിൽ 10 പേരായപ്പോ തന്നെ സന്തോഷമുണ്ട്. ഇനിയിപ്പോ 1-2 എന്നുള്ള ഒരു അടിസ്ഥാന ഒരു കാര്യമല്ല. എന്തായാലും നമുക്ക് ഈ ഒരു സമയം അർജുന് എല്ലാവിധ വിജയ ആശംസകളും നേരാം. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. സ്പോൺസേഡ് ബൈ കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ. സന്ധിവേദനയോട് സന്ധിയില്ലാതെ.